ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സ്പെഷ്യൽ ലുക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്ലിംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം വാ. ഡിസംബർ 18, 2026 റിലീസ്. Victor was always the smartest guy in every room. വിക്ടർ ആരടാ? He used to be different. ഡിഫറെന്റ് ആണ്. മാർവൽ സ്റ്റുഡിയോസ്. He used to be kind. He used to be caring. കൈൻഡ്, കെയറിംഗ്. And ക്യാപ്റ്റൻ അമേരിക്ക. everything he loved was taken from him. I knew he was lost. ഷാങ്ചി, But Thor. I realized ഇതെല്ലാരും ഉണ്ടാടാ. that he was broken. ബ്രോക്കൻ. ഓ, Victor. ഒരു എൻഡ് ഗെയിം പരിപാടി വരുന്നുണ്ട്. ടോണി സ്റ്റാർക്ക്. All of you. ഇവിടെ വൻ പരിപാടിയാണ് കേട്ടോ വരാൻ പോകുന്നത്. അവര് കാരണം ലിറ്ററലി അവര് ഡേ ബൈ ഡേ അവര് ഇങ്ങനെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഹൈപ്പ് കൂട്ടി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഡിസംബർ 18 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ഹെമ്മെ കത്തിക്കലായിരിക്കും ആ ട്രെയിലർ. ഈ ഒരു ഗ്ലിംസിന്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ ഇതുവരെ തന്നെ ആ ഒരു ആന്റിസിപ്പേഷൻ, ആ ഒരു എക്സ്പെക്ടേഷൻ, ആ ഒരു ബിൽട്ട് ഡിഫറെന്റ്, ആ ഒരു അവൻ ഇങ്ങനെ ആണ്ട ആ ഒരു അവൻ ഇപ്പിടി താണ്ട എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ചെയ്ത് ഈ പടത്തിൽ എല്ലാരും ഉണ്ടാടെ. Have lived, ക്യാപ്റ്റൻ, stolen lives. തോർ, ലോക്കി, Now you must give ബ്ലാക്ക് them പാന്തർ, back. അത് ഇത്. Answer me, Victor! ഓ, Do this! വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഗൈസ്. You will beg for hell long before I grant it. ഏയ്, Hell answers to me. ഓ മൈ ഗാഡ്, ഓണ. I am Doom. Avengers Doomsday, Marvel Studios. Hell answers me. Infinity Vision. 12, 18, 26. Doomsday. സമയം ഓടുന്നുണ്ട. ഇനി 4 മാസം 3 ദിവസം 1 മണിക്കൂർ 59 മിനിറ്റ്, ഇപ്പോ 54 സെക്കൻഡ്. ഇജാതി സ്പെഷ്യൽ ലുക്ക് കേട്ട അവഞ്ചേഴ്സ് ഡൂംസ്ഡേ, ടോണി സ്റ്റാർക്കിന്റെ പരിപാടി. തോർ ഇമാതിരി പവർ ഇട്ട് വന്ന് അടിച്ചിട്ട് സിമ്പിളായിട്ട് തട്ടി കളഞ്ഞ് ഒരു ധാനോസ് ഇവിടെ ഉള്ള ഒരു ഇജാതി വില്ലനെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ആ ഒരു ഹൈപ്പ് സർറിയൽ തന്നെയാണ്. കിട്ടിലനായിട്ട് ആ ഒരു സ്പെഷ്യൽ ലുക്ക് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ തുടക്കം തൊട്ട് തന്നെ ആ ഒരു BGM എലവേഷൻ ആയിരുന്നാലും ആ ഒരു സീന് ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിരുന്നാലും അവസാനം ഡൂം, ഹിയർ ഐ ആം ഡൂം എന്ന് പറഞ്ഞ് ഹെൽ ആൻസേഴ്സ് എന്ന് പറഞ്ഞ് ആ ഒരു ഡയലോഗ് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ആവുന്നതായാലും ഒരു രക്ഷയില്ല കേട്ടാ. സ്പെഷ്യൽ ലുക്ക് പടം കത്തും കേട്ടാ. സത്യത്തിൽ ഇനി ഇപ്പൊ എമ്മാതിരി വില്ലനെയൊക്കെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത്. കാരണം ഇവര് എല്ലാവരും പടത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം അമ്മാതിരി ഒരു വിഷ്വൽ ട്രീറ്റ്, അമ്മാതിരി ഒരു പടം എടുക്കണം. കാരണം ഇപ്പം അവഞ്ചേഴ്സിന്റെ ഒരു മാർവലിന്റെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ എല്ലാവരും. ആൻഡ് കിട്ടിലൻ സാധനം എടുക്കണം. അതിന് എത്ര നല്ലൊരു ആക്ടർ കൊണ്ടുവരണം, ആര് വന്നാൽ അത്രയ്ക്കും സൂപ്പർ ആകും. അപ്പൊ ഇത് ഓവറാ കീപ്പ് ചെയ്യുന്നുണ്ട് ഏട്ടാ. അത് തോർ ഇമാതിരി ചാടി വന്ന് അടിച്ചിട്ട് ചുമ്മാ തട്ടി കളഞ്ഞ് എന്നിട്ട് അടിച്ചു വിട്ട് ഹെൽ ആൻസേഴ്സ് ടു മീ, ഐ ആം ഹിയർ ഡോം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അളയാ ഒരു പൊളി പൊളിക്കും. മിക്കവാറും സ്പൈഡർമാൻ ഇട്ട കളക്ഷൻ ഒക്കെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഇന്ത്യയിൽ ഇപ്പൊ സ്പൈഡർമാൻ ഇന്ത്യയിൽ 500 കോടിയോളം കളക്ഷൻ ഇട്ടതെന്നാണ് പറയുന്നത്. ഡൂംസ്ഡേ മറികടക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ നിങ്ങൾ കമന്റ് ചെയ്തേക്ക്. ഇങ്ങനത്തെ ഒരു ഹൈപ്പ് വരുന്ന രീതിക്ക് സാധ്യത ഉണ്ട്. കാരണം അമ്മാരൊരു ഹൈപ്പ് സർറിയലായിട്ട് വരുന്നുണ്ട് പടത്തിന്. അതിന് ഓവറോൾ നല്ലൊരു കളക്ഷനും കിട്ടുമെന്നുള്ളത് അത് പറയേണ്ട കാര്യമില്ല, നടക്കും എന്തായാലും. നല്ലൊരു വിഷ്വലാ. എനിക്ക് തോന്നുന്നു എൻ ഗെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ ഗെയിമിന്റെ ആ ലാസ്റ്റ് ഒരു സീൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താ അത് ആ ഒരു സ്ക്രീനിൽ നമ്മൾ കണ്ടത്? എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്?
അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും ഇതിലും വരാൻ പോണെ. കൺകുളിർമയുള്ള വിഷ്വൽ ട്രീറ്റുകളും പരിപാടി അടിയും പിടിയും മാസും ട്രെൻഡുകളൊക്കെ ആയിരിക്കും. ആൻഡ് ഡൂംസ്ഡേ വരുന്നടാ വരുന്ന്.